ഹായ് ഫ്രണ്ട്സ്, ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG കോഴ്സുകൾക്ക് UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 5 ഡിഗ്രി കോഴ്സുകൾക്കും 2 PG കോഴ്സുകൾക്കുമാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. ഭാവിയിൽ കൂടുതൽ കോഴ്സുകൾക്ക് അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നതിന് നമുക്ക് ഓൺലൈനായി അപേക്ഷ അയക്കേണ്ടതുണ്ട്. ഇതിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷ അയക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ആണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് റെഗുലർ കോഴ്സിന് തുല്യമായ അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്. വിദ്യാഭ്യാസ കാലയളവിൽ തുടർ പഠനം മുടങ്ങിപ്പോയവർക്കും തൊഴിൽ ലഭിക്കുക വഴി തുടർന്ന് പഠിക്കാൻ കഴിയാതിരുന്നവർക്കും ഉള്ള ഒരു സുവർണ അവസരം തന്നെയാണിത്. ഓരോ കോഴ്സിനും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതും പിന്നീട് അത് റീജിയണൽ സെൻറ്ററിൽ വെരിഫിക്കേഷന് വിധേയമാക്കേണ്ടുന്നതുമുണ്ട്. വീഡിയോയിൽ ഫോട്ടോയും സിഗ്നേച്ചറും കൂടാതെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും കൂടാതെ ലേണർ സപ്പോർട്ട് സെൻറ്റർ, കൗൺസിലിംഗ് സ്ലോട്ട് ബുക്കിംഗ് തുടങ്ങിയവയൊക്കെ എങ്ങനെ ചെയ്യണമെന്നും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്ത് റീജിയണൽ സെൻറ്ററിൽ വെരിഫിക്കേഷന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫീ അടയ്ക്കേണ്ടതുണ്ട്. ആ ഫീ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ആദ്യ അവസാനം കാണുവാൻ ശ്രദ്ധിക്കുക. ചാനലിൽ ഇഗ്നോയ്ക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ലഭ്യമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി ബ്ലെൻഡഡ് രീതിയിൽ പ്രിൻ്റ് വിഷ്വൽ മീഡിയയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു കോഴ്സാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങളടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടുന്ന വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ്സ് sgou.ac.in എന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ അഡ്മിഷൻ പോർട്ടൽ എന്നൊരു ലിങ്ക് കാണാം. അതുവഴി അഡ്മിഷൻ പോർട്ടലിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ മുകളിൽ ഏതൊക്കെ പ്രോഗ്രാമിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നതെന്നും ക്ലോസിംഗ് ഡേറ്റുമുണ്ട്. താഴെ ന്യൂ രജിസ്ട്രേഷനും ആപ്ലിക്കൻ്റ് ലോഗിനുമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഇടത് സൈഡിൽ പ്രോസ്പെക്ടസ് നമുക്ക് ലഭിക്കും. അത് ഓപ്പൺ ചെയ്ത് പ്രോസ്പെക്ടസിലെ പ്രസക്ത ഭാഗങ്ങൾ നോക്കി വരാം. പ്രോസ്പെക്ടസിൽ ആദ്യം യൂണിവേഴ്സിറ്റി പ്രൊഫൈലൊക്കെ കഴിഞ്ഞതിന് ശേഷം റീജിയണൽ സെൻറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 4 റീജിയണൽ സെൻറ്റേഴ്സാണുള്ളത്. അവ കോഴിക്കോട്, പട്ടാമ്പി, തൃപ്പൂണിത്തുറ, തലശ്ശേരി എന്നിവിടങ്ങളിലെ കോളേജുകളിലായിട്ടാണ്. ഈ റീജിയണൽ സെൻറ്ററുകളിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനായി പോകേണ്ടുന്നത്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ളവർക്ക് യൂണിവേഴ്സിറ്റി ആസ്ഥാനമായ കൊല്ലത്താണ് വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടുന്നത്. അടുത്തത് ലിസ്റ്റ് ഓഫ് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സാണ്. എല്ലാ ജില്ലകളിലും ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. കോൺടാക്ട് ക്ലാസ്സുകളുമൊക്കെ നടക്കുന്നത് ഈ സെൻറ്ററുകൾ വഴിയായിരിക്കും. UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം ഡിഗ്രി PG പ്രോഗ്രാമുകൾക്ക് സെമസ്റ്റർ സിസ്റ്റം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു അക്കാഡമിക് ഇയറിൽ 2 സെമസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 18 ആഴ്ച നീണ്ടു നിൽക്കുന്നതാണ്. ഡിഗ്രിക്ക് 3 വർഷവും PGക്ക് 2 വർഷവുമാണ് കാലാവധി. പിന്നീട് ഇപ്പോൾ UGC അംഗീകാരം ലഭിച്ച അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസാണ് കൊടുത്തിരിക്കുന്നത്. ഡിഗ്രിക്ക് പ്രധാനമായിട്ടും BA അറബിക്, BA ഇംഗ്ലീഷ്, BA ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ് അങ്ങനെ 5 കോഴ്സുകൾക്ക് മാത്രമേ, ലാംഗ്വേജ് കോഴ്സുകൾക്ക് മാത്രമേ ഇപ്പോൾ അംഗീകാരം ലഭിച്ചിട്ടുള്ളൂ. PG പ്രോഗ്രാമിൽ 2 കോഴ്സുകൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും. പിന്നീട് അപേക്ഷിക്കുവാനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത അംഗീകൃത ബോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ്. ഓപ്പൺ സിസ്റ്റത്തിലൂടെ പഠിച്ച് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് PG പ്രോഗ്രാമിലേക്കുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യതയാണ്. മിനിമം വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രിയാണ്. MA ഇംഗ്ലീഷിന് അപേക്ഷിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഒരു വിഷയമായി ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കണം. MA മലയാളത്തിന് ഏത് ഡിഗ്രിയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നീടുള്ളത് ഫീ സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസാണ്. UG പ്രോഗ്രാമിന് ഡിഗ്രിക്ക് ആദ്യ സെമസ്റ്ററിൽ അടയ്ക്കേണ്ടത് 3830 രൂപയാണ്. പിന്നീടുള്ള ഓരോ സെമസ്റ്ററിനും 2760 രൂപ വെച്ചടയ്ക്കണം. അങ്ങനെ ആകെ ഡിഗ്രിക്ക് മൊത്തത്തിൽ UG പ്രോഗ്രാമിന് അടയ്ക്കേണ്ടത് 17630 രൂപയാണ്. PG പ്രോഗ്രാമിന് ആദ്യത്തെ സെമസ്റ്ററിൽ അടയ്ക്കേണ്ടുന്നത് 4570 രൂപയും തുടർന്നുള്ള ഓരോ സെമസ്റ്ററിനും 3400 രൂപ വെച്ചുമാണ് അടയ്ക്കേണ്ടുന്നത്. അങ്ങനെ ആകെ 14770 രൂപയാണ് PGക്ക് അടയ്ക്കേണ്ടുന്നത്. ഈ ഫീസുകളൊക്കെ ഓൺലൈനായി സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ് അടയ്ക്കേണ്ടുന്നത്. അടച്ചതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റുമായിട്ട് വേണം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുവാൻ. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയാൽ റീഫണ്ട് കിട്ടും എന്നുള്ള പ്രത്യേകതയുമുണ്ട്.
സാധാരണ കോഴ്സുകൾക്കുള്ളതുപോലെ സംവരണ വിഭാഗത്തിന് പിന്നീട് ഫീസ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതുമായിരിക്കും. ഇത്രയൊക്കെയാണ് പ്രോസ്പെക്ടസിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ബാക്കി ഒരുപാട് വിവരങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവയൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ഇതിനായി നമ്മൾ അഡ്മിഷൻ പോർട്ടലിൻ്റെ ഹോം പേജിൽ വന്നതിന് ശേഷം ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ ആദ്യം കാണുന്ന കോളത്തിൽ ആപ്ലിക്കൻറ്റിൻ്റെ SSLC ബുക്കിലുള്ള പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൊടുക്കേണ്ടുന്നത് പാസ്വേഡാണ്. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ABCD@123 എന്ന് കൊടുക്കാവുന്നതാണ്. അതിൽ A എന്നുള്ള അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെയുള്ള ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം സെൻഡ് ഇമെയിൽ മൊബൈൽ OTP എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ OTP നമ്മുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും വന്നിട്ടുണ്ടാകും. 6 ഡിജിറ്റുള്ള OTP ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതും ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നതും അവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ID അതായത് മെയിൽ ID കൊടുക്കുകയും അതിന് തൊട്ട് താഴെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കുന്നതും ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. അതിനുശേഷം ഗാർഡിയൻ്റെ പേരും മെയിൽ ഫീമെയിൽ തുടങ്ങിയ ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെയാണ് കൊടുക്കേണ്ടുന്നത്. പിന്നീട് റിലീജിയനും കാസ്റ്റും കാറ്റഗറിയും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുക്കേണ്ടുന്നതാണ്. ഫീസ് ആനുകൂല്യങ്ങളൊക്കെ വേണ്ടുന്നവർക്ക് കാറ്റഗറിയിൽ കൃത്യമായിട്ട് SC ST OBC EWS തുടങ്ങിയ കാറ്റഗറിയൊക്കെ ഉണ്ട്. അല്ലാത്തവർക്ക് ജനറൽ കൊടുക്കാവുന്നതാണ്. അതേപോലെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസിൽ അതും കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്നതാണ്. അതേപോലെ PWD കാൻഡിഡേറ്റിൻ്റെ വിവരവും അവിടെ കൊടുക്കുവാനുള്ള കോളമുണ്ട്. പിന്നീട് അഡ്രസ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഒരു ID പ്രൂഫ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ ID പ്രൂഫിലുള്ള അഡ്രസ്സ് കൃത്യമായിട്ട് ഡിസ്ട്രിക്റ്റും പോസ്റ്റ് ഓഫീസും ഒക്കെ പിൻകോഡും ഒക്കെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തി കൊടുക്കേണ്ടുന്നതാണ്. പെർമനൻറ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെങ്കിൽ തൊട്ട് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്ത് ഒന്ന് കോപ്പി പേസ്റ്റും ചെയ്യാവുന്നതാണ്. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് രജിസ്ട്രേഷൻ എന്ന നീല നിറത്തിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. തുടർന്ന് നമ്മൾ ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം 5 പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ്. അതേപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് 2 എണ്ണവുമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ തൊട്ട് താഴോട്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. PGക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ പ്രസ് ചെയ്താൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള 2 പ്രോഗ്രാംസും അവിടെ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യേണ്ടുന്നതാണ്. ഭാവിയിൽ കൂടുതൽ പ്രോഗ്രാമുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഞാനിവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ പ്രസ് ചെയ്തതാണ്. തൊട്ട് താഴോട്ട് ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാമുകൾക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് അവിടെ കാണിക്കും. മലയാളം, സാൻസ്ക്രിറ്റ്, അറബിക്ക്, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ 5 ഡിഗ്രി ഭാഷാ പ്രോഗ്രാമുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഇതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ നിന്നും നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിലൊന്നിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഇംഗ്ലീഷാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരും. ഇവിടെ നമുക്ക് ഇപ്പോൾ സെലക്ട് ചെയ്ത ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നതിന് നേർക്ക് അപ്ലൈ നൗ എന്നും ലാസ്റ്റ് ഡേറ്റും കാണിച്ചിട്ടുണ്ട്. അവിടെ അപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് തൊട്ട് താഴെ ഓവർവ്യൂ, ഔട്ട്കം, കരിക്കുലം, ഫീസ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ഓരോ കോഴ്സിനും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോന്നിനും ഇതുപോലെ തന്നെ കാണിക്കുന്നുണ്ടാകും, PG ആയാലും ഗ്രാജുവേഷൻ ആയാലും. ആദ്യത്തെ ഓവർവ്യൂവിൽ ഈ കോഴ്സിൻ്റെ പർപ്പസിനെ കുറിച്ചും അതിനുശേഷം വരുന്ന ഔട്ട്കമ്മിൽ കോഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഈ കോഴ്സ് കൊണ്ട് ഹയർ സ്റ്റഡീസിന് പ്രാപ്തരാക്കുക എന്നുള്ളതും സ്പീക്കിംഗ് സ്കിൽസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം കരിക്കുലം എന്നുള്ളതിൽ സെമസ്റ്ററിനെ കുറിച്ചും ഏതൊക്കെ സെമസ്റ്ററുകളിൽ എന്തൊക്കെ പഠിക്കണം, കോഴ്സ് ടൈപ്പ്, അതേപോലെ നേച്ചർ ഓഫ് ദ കോഴ്സ്, ക്രെഡിറ്റ് മാർക്ക് എത്രയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ സെമസ്റ്ററിലെയും സബ്ജക്റ്റും അതിൻ്റെ കോഴ്സും ക്രെഡിറ്റും ഒക്കെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഫീസ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഫീസ് ഡീറ്റെയിൽസ്. ഇവയെല്ലാം ശരിക്കും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തൊട്ട് മുകളിൽ വന്ന് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ആപ്ലിക്കേഷൻ അയക്കുന്ന പ്രോസസ്സ് നിർത്തിയതിന് ശേഷം വീണ്ടും ലോഗിൻ ചെയ്യാൻ ഉള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴും ഇതേ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വീണ്ടും അപ്ലൈ നൗവിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം നമുക്ക് കൊടുക്കേണ്ടുന്നത് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസാണ്. ആഡ് ന്യൂ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താണ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഓരോന്നും കൊടുക്കേണ്ടത്. അങ്ങനെ ആഡ് ന്യൂവിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ ഒരു റോ വരികയും അവിടെ നമ്മൾ
ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതേപോലെ സ്പെസിഫിക്കേഷൻ, യൂണിവേഴ്സിറ്റി ബോർഡ് ഏതാണെന്ന് കൊടുക്കണം, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇയർ ഓഫ് പാസിംഗ്, അതിനുശേഷം മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെയുള്ള സേവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ 10th ലെവൽ എല്ലാവരും കൊടുക്കണം. അതിനുശേഷം ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10th ലെവലും, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി +2 കൊടുക്കുക. പി ജിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10th, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി +2, അതിനുശേഷം ഡിഗ്രി തുടങ്ങിയവയെല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്യണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നോ അവയെല്ലാം നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. 10th ലെവൽ തിരഞ്ഞെടുത്തതിന് ശേഷം സ്പെസിഫിക്കേഷനിൽ കേരള സ്റ്റേറ്റ് ബോർഡെന്നോ CBSE എന്നോ ഓപ്പൺ സ്കൂളിംഗ് എന്നോ ഒക്കെ കൊടുക്കാം. അതിനുശേഷം യൂണിവേഴ്സിറ്റി ബോർഡ് എന്നുള്ളത് സാധാരണ സ്കൂളിൽ പഠിച്ചവർക്ക് ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള എന്ന് കൊടുക്കാം, അല്ലാതെ CBSE ഓപ്പൺ സ്കൂളിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പെർസെൻറ്റേജ്, ഇയർ ഓഫ് പാസിംഗ്, മന്ത് തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇവിടെ ഓരോ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴും ഇങ്ങനെ വരികയും സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും ഏറ്റവും വലതു സൈഡിലെ ലിങ്കിൽ പ്രസ് ചെയ്ത് അവ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടും വരും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷനുമുണ്ട്. അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം 5 MB താഴെയുള്ള JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലുള്ള ഫയലുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ ഉപയോഗിച്ച് നല്ല ക്ലിയറായിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. സർട്ടിഫിക്കറ്റിന് ഒന്നിലധികം പേജുകളുണ്ടെങ്കിൽ അവ ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ SSLC +2, പി ജിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ SSLC +2 ഡിഗ്രി തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളും ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം. ഞാനിവിടെ ഇടയ്ക്ക് ബ്രേക്കായി പോയതുകൊണ്ട് രണ്ടാമത് ലോഗിൻ ചെയ്യുകയാണ്. ഹോം പേജിൽ തന്നെ നീഡ് ഹെൽപ്പ് എന്നുള്ളത് 2 മൊബൈൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകൾ വിളിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാവുന്നതാണ്. കൂടാതെ ലാൻഡ് ഫോൺ നമ്പരും സൈറ്റിൽ ലഭ്യമാണ്. അതിനുശേഷം ഏറ്റവും മുകളിൽ ലോഗിൻ രജിസ്ട്രേഷൻ എന്നുള്ളത് ലോഗിനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. അതിനുശേഷം നമ്മൾ യൂസർ ID യും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയും നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രോഗ്രാം ഏതാണെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം തിരഞ്ഞെടുക്കുകയും ആ പ്രോഗ്രാമിൽ നിന്നും നമ്മുടെ സബ്ജക്റ്റ് ഏതാണെന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്ലൈ എന്നുള്ള ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യേണ്ടതായിട്ടും വരും. തിരിച്ച് ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ ആഡ് ബട്ടൺ ഉപയോഗിച്ച് ഞാനിപ്പോൾ ഡിഗ്രിക്ക് ആയതുകൊണ്ട് 2 ഡോക്യുമെൻറ്റ്സും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഏറ്റവും മുകളിൽ മൂന്നാമതായി ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറുമാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും സൈസ് ഇവിടെ പറയുന്നില്ലെങ്കിലും അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് 5 MB താഴെയുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്. മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. JPEG ഫോർമാറ്റിലുള്ളതായിരിക്കണം. PSCക്കൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ചൂസ് ഫയൽ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ക്രോപ്പ് ചെയ്ത് കറക്റ്റ് സൈസിൽ കൊണ്ടുവന്നതിന് ശേഷം ക്രോപ്പ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് തൊട്ടപ്പുറത്ത് അത് വരുന്നത് കാണാം. അവിടെ അപ്ലോഡ് എന്നുള്ള ബട്ടണിൽ പിന്നീട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും തൊട്ട് താഴെ അത് വരുന്നതും കാണാം. അതിനുശേഷം സിഗ്നേച്ചറും ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അതർ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് എന്നുള്ളിടത്ത് ഐഡൻറ്റിറ്റി കാർഡും അതേപോലെ തന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്ന TCയും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് 5 MB താഴെയുള്ള JPG, PDF, PNG ഫോർമാറ്റിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ID പ്രൂഫ് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആധാർ കാർഡ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ വോട്ടർ ID, പാസ്പോർട്ട്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിൽ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്പർ വലത് സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതിവിടേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫിക്കേഷൻ ടൈമിൽ റീജിയണൽ സെൻറ്ററിൽ നേരിട്ട് പോകുമ്പോൾ അവിടെ വെരിഫിക്കേഷന് ഒറിജിനലും കോപ്പിയും ഒക്കെ ഹാജരാക്കേണ്ടി വരും. അതിനുശേഷം ഏറ്റവും മുകളിൽ 4-മതായി ലേണർ സപ്പോർട്ട് സെൻറ്റർ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ തൊട്ട് താഴെ കേരളത്തിലെ എല്ലാ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സിൻ്റെയും ലിസ്റ്റ് വരുന്നതാണ്. ഇവിടെ വെച്ചാണ് കോൺടാക്റ്റ് ക്ലാസ്സും മറ്റും നടക്കുക. അതിൽ നിന്നും നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ലേണർ സപ്പോർട്ട് സെൻറ്റർ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലേണർ സപ്പോർട്ട് സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചാണ് റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നത്. ആ റീജിയണൽ സെൻറ്റേഴ്സിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായി നേരിട്ട് പോകേണ്ടതും. ഞാനിവിടെ തിരുവനന്തപുരം ജില്ലയിലെ ലയോള കോളേജ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ കൺഫേം എന്നുള്ള ബട്ടണുണ്ട്. ആ കൺഫേമിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് ലേണിംഗ് സെൻറ്റർ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയും തൊട്ട് താഴെ ഡിസ്ട്രിക്റ്റും അതേപോലെ ലേണിംഗ് സെൻറ്ററിൻ്റെ പേരും ആക്ഷൻ സെലക്റ്റഡ് എന്ന് കാണിക്കുന്നതും നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് തൊട്ട് മുകളിൽ കൗൺസിലിംഗ് സ്ലോട്ട് എന്ന് കാണാം 5-മതായി. ആ കൗൺസിലിംഗ് സ്ലോട്ടിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ സ്ലോട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം.
ഇവിടെ ഒരു മാസത്തെ ഡേറ്റുകൾ കാണിക്കുന്നതും ചുവന്ന റൗണ്ടിൽ ലഭ്യമായ സ്ലോട്ടുകളുമുണ്ട്. ഇതിൽ നിന്നും അനുയോജ്യമായ ഒരു ഡേറ്റ് ആദ്യം സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ഞാനിവിടെ 20-ാം തീയതി 20/10 സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ടൈം ലഭ്യമാണ്, ടൈം സ്ലോട്ട് ലഭ്യമാണ്. ഇതിൽ നിന്നും അനുയോജ്യമായ ഒരു ടൈം നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 2 PM-നും 3 PM-നും ഇടയിലുള്ള ടൈം സ്ലോട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുകയാണ്. അതിനുശേഷം യുവർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു പേജ് വരികയും അവിടെ പ്രിവ്യൂ ആൻഡ് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് ലഭിക്കുകയും ചെയ്യും. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൽ സൈൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സുമായിട്ടാണ് നമ്മൾ റീജിയണൽ സെൻറ്ററിൽ കൗൺസിലിങ്ങുമായിട്ടും വെരിഫിക്കേഷനായിട്ടും പോകേണ്ടുന്നത്. ഈ പ്രിവ്യൂവിൽ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെന്നും ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ വെരിഫിക്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഇതിലില്ല. ഇനി നമുക്ക് ഫീ പേയ്മെൻറ്റിനായിട്ട് ഇപ്പോൾ 20-ാം തീയതി കൗൺസിലിങ്ങിനാണ് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിലും 20-ന് മുന്നേ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലിങ്ക് പോർട്ടലിൽ ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. ആ പോർട്ടലിൽ ലഭിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ആ പേയ്മെൻറ്റ് റെസിപ്റ്റുമായിട്ടുമാണ് കൗൺസിലിങ്ങിന് അല്ലെങ്കിൽ വെരിഫിക്കേഷന് പോകേണ്ടുന്നത്. ഇവിടെ ഈ പ്രിൻ്റ് പ്രിവ്യൂവിൻ്റെ ഏറ്റവും അവസാനം കൗൺസിലിംഗ് സ്ലോട്ട് ബുക്കിംഗ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഞാൻ തിരുവനന്തപുരം ലയോള കോളേജാണ് കൊടുത്തതെങ്കിലും റീജിയണൽ സെൻറ്ററായിട്ട് വന്നിരിക്കുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആസ്ഥാനമാണ് കൊല്ലത്തുള്ള. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ളവർക്കുള്ള റീജിയണൽ സെൻറ്ററായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആസ്ഥാന മന്ദിരം തന്നെയാണ്, കൊല്ലം യൂണിവേഴ്സിറ്റി ആസ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു റിസൾട്ട് ഇവിടെ ലഭിച്ചത്. ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചാണ് സമീപത്തുള്ള റീജിയണൽ സെൻറ്റർ കൗൺസിലിങ്ങിനും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും അവസാനം പേയ്മെൻറ്റ് ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ലിങ്ക് പ്രൈമറി സ്ക്രൂട്ടണിക്ക് ശേഷം പേയ്മെൻറ്റ് ലിങ്ക് ആക്ടിവേറ്റ് ചെയ്ത് ഈ ലിങ്കിൽ ഇവിടെ തന്നെ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി സ്ക്രൂട്ടണിക്ക് ശേഷം അപ്പോൾ ലഭിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയും ആ പേയ്മെൻറ്റ് റെസിപ്റ്റ് ആയിട്ട് വേണം നമ്മൾ വെരിഫിക്കേഷന് പോകേണ്ടത്. അങ്ങനെ ഇവിടെ പേയ്മെൻറ്റ് ലിങ്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് SMS ആയും ഇമെയിലായും നമ്മളെ അറിയിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ഇമെയിലും SMS പരിശോധിച്ച് പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഫോൺ വഴിയൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നതും ഈ വിവരങ്ങളൊക്കെ ഇവിടെ പങ്കുവച്ചിരിക്കുന്നതും. ഇവിടെ തന്നെ നമുക്ക് മൊബൈൽ നമ്പറുകൾ ലഭ്യമാണ്. അവിടെ വിളിച്ചു ചോദിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ മനസ്സിലാക്കി ചെയ്യാവുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുവാനും അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.